ഹലോ ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജാനിയും പ്രിയങ്കയുടെ കൂട്ടുകാരിയായ വേറെ പെൺകുട്ടിയും കൂടി മുത്തശ്ശിയും കൂടി സംസാരിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അതിൽ മുത്തശ്ശി ഇങ്ങനെ അവരോട് പറയുന്നുണ്ട്, പ്രിയങ്ക മോള് വേഗം വണ്ടി എടുത്ത് എത്തിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ജാനി പറയുന്നുണ്ട്, വരൻ്റെ അടുത്തെത്തിക്കാൻ പറ്റില്ല, കാരണം വരുൺ രാധിക അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി അയ്യോ അപ്പം ഇനി എന്ത് ചെയ്യുന്നു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതിന് അവനെ കുറച്ച് നേരത്തിന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പെപ്പർ സ്പ്രേ അടിക്കാം, വരുൺ ഒന്നും കാണാത്ത രീതിയിൽ വരുണിൻ്റെ കണ്ണിലേക്ക് പെപ്പർ സ്പ്രേ അടിക്കാമെന്ന് ഇങ്ങനെ ജാനി പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ പെൺകുട്ടി പറയുന്നുണ്ട് അയ്യോ അത് പ്രശ്നമാണ്, കാരണം വരുണിൻ്റെ ക്യാമറയിൽ രാധികയുടെ ഫോട്ടോ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി അശ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് പറയുമ്പോൾ സാന്ദ്ര പറയുന്നുണ്ട് അത് കുഴപ്പമില്ല, ക്യാമറയിലത്തെ ഫോട്ടോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മക്കളെ നിങ്ങളെ ഭാഗത്തു നിന്നും ഒരു പിഴവും പറ്റാൻ പാടില്ല, കാരണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുൺ പ്രിയങ്കയെ കൂട്ടിക്കൊണ്ട് പോകും എന്ന് പറയുമ്പോൾ ആ സമയത്ത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ സാന്ദ്രയും ജാനിയും കൂടിയിട്ട് വാക്ക് കൊടുക്കുന്നുണ്ട് മുത്തശ്ശിക്ക്. ഇങ്ങനെ ജാനിയും സാന്ദ്രയും മുത്തശ്ശിയോട് വാക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകേണ്ട മുത്തശ്ശി എൻ്റെ ഭഗവാനെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ എന്നിങ്ങനെ മുകളിലേക്ക് നോക്കി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പ്രിയങ്കയും വരുണിൻ്റെ അമ്മയെയും കൽപ്പനയും ഒക്കെ അവിടെ കൂട്ടം കൂടി നിന്നിട്ട് കുറച്ച് പേരോടായിട്ട് സംസാരിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വരുൺ ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് രണ്ട് പേർക്കായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അവരോട് എന്തോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ക്യാമറയിലേക്ക് വീണ്ടും വീണ്ടും നോക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറഞ്ഞ് ഞാൻ ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട്, മതിയാടാ പ്രിയങ്ക മോളായിട്ട് നിനക്ക് ഫുഡ് കഴിക്കേണ്ട വായോ എന്നിങ്ങനെ പറയുന്നത്, എനിക്ക് ആഗ്രഹമില്ല പ്രിയങ്ക മോളായിട്ട് ഫുഡ് കഴിക്കാമെന്നിങ്ങനെ പറയുമ്പോൾ വരുമ്പോൾ പിന്നെ എന്ന് പറയുന്നുണ്ട് കൂട്ടായ്മ പറഞ്ഞ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മുത്തശ്ശിയുടെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി മോനെ ഇങ്ങനെ ഒരു കുശലം പറഞ്ഞിട്ട് മുത്തശ്ശി വരുണിനെ വിളിച്ചിങ്ങനെ സന്തോഷത്തിൽ മുത്തശ്ശിയെ തോളിയും വെച്ചിട്ട് തോളിൽ കൈയും വെച്ചിട്ട് വരുണിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പ്രിയങ്കയുടെ മുത്തശ്ശി അവിടെ ടെൻഷനായിട്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പ്രിയങ്ക വരുൺ വരുന്നത് കാണുമ്പോൾ എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയാണ്ട് അവലാതി പൊട്ടി നിൽക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് സാന്ദ്ര ക്യാമറയിൽ ഫോട്ടോ ഡിലീറ്റ് ആക്കാൻ വേണ്ടി തക്കം നോക്കി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ജാനി പെപ്പർ സ്പ്രേ എങ്ങനെ അടിക്കും എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുന്ന ഭാഗങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുണിങ്ങനെ വരുന്നതോറും മുത്തശ്ശിനെ ആരോ പുറകിൽ നിന്ന് വിളിക്കുമ്പോൾ മുത്തശ്ശി അങ്ങോട്ട് പോകുന്നുണ്ട്. വരുന്ന നേരെ പ്രിയങ്കയുടെ അടുത്തേക്ക് പോകാൻ നേരം കുറച്ച് കുട്ടികൾ ബാക്കിൽ നിന്നിങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ വരുണിൻ്റെ ചുറ്റും വലം വെക്കുന്ന സമയത്ത് ജാനി ഇതിൻ്റെ കൂടെ കൂടിയിട്ട് വരുണിൻ്റെ കണ്ണിലേക്ക് പെപ്പർ സ്പ്രേ അടിക്കുന്നുണ്ട്. അങ്ങനെ വരുണിന് കണ്ണ് കാണാതെ ആവുന്നുണ്ട്. എന്നിട്ട് ജാനി സോറി പറയുന്നുമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പ്രിയങ്കയ്ക്ക് ഇത് കാണുമ്പോൾ സന്തോഷമാകുന്നുണ്ട്, മുത്തശ്ശിക്കും ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ ജാനിയോട് പറയുന്നുണ്ട് മോളെ എല്ലാം ഭംഗിയായി ചെയ്തിട്ടില്ലേ എന്നിട്ട് മുത്തശ്ശിക്ക് സന്തോഷമാകുന്നുണ്ട്. പക്ഷേ വരുണിന് പിന്നെ കണ്ണിലൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ സാന്ദ്ര പോയി ക്യാമറ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെക്കൻ വന്ന് പറയുന്നുണ്ട് കുട്ടി അത് മണവാളുടെ എന്നിങ്ങനെ പറയുമ്പോൾ സാന്ദ്ര പറഞ്ഞു ഞാൻ മണവാളുടെ പെങ്ങളാന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്യാമറയിൽ ഫോട്ടോ ഡിലീറ്റ് ആക്കുന്നുണ്ട്. എന്നിട്ട് സക്സസ് എന്നുള്ളൊരു എംബ്ലം മുത്തശ്ശിക്കും ജാനിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴൊക്കെ പ്രിയങ്ക സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ കണ്ണ് കാണാൻ പറ്റാതെ നിൽക്കുന്ന വരുണിൻ്റെ അടുത്തേക്ക് ബിജു വരുന്നുണ്ട്. ബിജു ചോദിക്കുന്നുണ്ട് അന്ന് ഇങ്ങനെ നിൽക്കുന്നു, വളരെ ഒരു അബദ്ധം പറ്റി പ്രിയങ്കയുടെ ഒരു കൂട്ടുകാരി എൻ്റെ കണ്ണിലേക്ക് സ്പ്രേ അടിച്ചു, പെപ്പർ സ്പ്രേ എനിക്കൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ബിജു പറയുന്നുണ്ട് എന്താ അബദ്ധമാണ് ഈ കാണിച്ചിട്ടുള്ളതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വരുൺ ബിജുവിനോട് ചോദിക്കുന്നുണ്ട് എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബിജു പറയും നീ മണവാളനല്ലേ, പിന്നെ നിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കാണ്ടിരിക്കുമെന്ന് ഇങ്ങനെ പറയും, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, അത് അവരെ ശ്രദ്ധിക്കാത്ത രീതിയിൽ നമുക്ക് നടക്കാമെന്ന് പറഞ്ഞു. ബിജു പറയും ആരെ നല്ല കനത്ത പണിയാണല്ലോ ചെയ്തിട്ടുള്ള ആരത് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വരുണിൻ്റെ മുത്തശ്ശി വരുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നത് നീ എന്തിനാ അവൻ്റെ കൈ പിടിച്ച് നടക്കുന്നത്, എന്താ അവനക്ക് കണ്ണ് കാണാൻ പാടില്ല, അവൻ നടന്നോളൂ ഇങ്ങനെ പറയുമ്പോൾ അത് സാരില്ല ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ വരാൻ ഞാൻ പിടിക്കാമെന്ന് ചോദിച്ചിട്ട് എൻ്റെ കൂടെ വരാമെന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങനെ പറയും. ഇപ്പോൾ സൈഡിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വരും ചോദിക്കും എന്തിനാ അവർ ഇങ്ങനെ ചിരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് കല്യാണ വീട്ടിൽ പതിവ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടം കൂടി നിന്നിട്ട് ചിരിക്കുന്നത് ഒരു പതിവാന്ന് പറയുന്നുണ്ട് കേട്ടോ വരുണിനോട് ബിജു. അങ്ങനെ ഇപ്പോൾ വരുണ്ട് അമ്മ പ്രിയങ്കയെ കൂട്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. മുത്തശ്ശി വരുണിനെയും കൂട്ടി നേരെ പ്രിയങ്കയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ വരുൺ നല്ല കണ്ണ് കാണാൻ പാടില്ല എന്നുള്ളത് വരുണിനും ബിജുവിനും മാത്രമല്ല, പക്ഷെ അതൊന്നും ഇല്ലാണ്ട് പ്രിയങ്കയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറഞ്ഞു മതിയാടാ നീ ഇങ്ങനെ പ്രിയങ്ക മോളെ ദഹിപ്പിക്കല്ലേ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ട് ദഹിക്കാതെ കൽപ്പനയുടെ അനിയത്തിയും അവിടെ നിന്ന് മാറി ദൂരെ നിന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ വരുണിനെയും പ്രിയങ്കയെയും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് എല്ലാവരും കൂടിയിട്ട് മണ്ഡപത്തിൻ്റെ പുറത്തേക്ക് വരുന്നുണ്ട്. വരുണിൻ്റെ വീട്ടിൽ പോകാനാണ്. അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട് എന്നാൽ പിന്നെ എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിച്ച് നമുക്ക് പോകാം മക്കളേന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പ്രിയങ്കയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും ഒക്കെ കാലിക്കൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ വരുണിനോട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് നിറകണ്ണുകളോടെ രാധിക ഒരു സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ടു നന്ദൂട്ടൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. നന്ദൂട്ടൻ അങ്ങനെ രാധികയുടെ അടുത്ത് കൊണ്ടിട്ടുണ്ട് ചേച്ചിനല്ലേ അരുണേട്ടൻ കല്യാണം കഴിച്ചത്, പിന്നെ എൻ്റെ പ്രിയങ്ക ചേച്ചിനെ കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട് അതേ പെണ്ണ് മാറിപ്പോയിന്ന്. അങ്ങനെ എല്ലാവരും
അമ്പരപ്പോട് കൂടിയിട്ട് അങ്ങോട്ട് നോക്കുന്നുണ്ട്. ആകെ പേടിപ്പെടുത്തുന്നൊരു രംഗം വരുന്നത്. അങ്ങനെ എല്ലാവരും ആകെ പേടിച്ചിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ വരുണിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ആ ചെറുക്കൻ എന്താ ഇങ്ങനെ പറയുന്നത് പറയുമ്പോൾ പ്രിയങ്കയുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അതൊരു ബുദ്ധിയില്ലാത്ത കൊച്ച പലതും പറയുന്നുണ്ട്. പക്ഷേ വരുണിൻ്റെ ചേട്ടനക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കാര്യമാക്കണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വരുണും പ്രിയങ്കയും കൂടിയിട്ട് അവരുടെ വീട്ടിലേക്ക് മടങ്ങുന്ന രംഗം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ അവനിങ്ങനെ വിളിച്ച് പറയുമ്പോൾ രാധിക നന്ദൂട്ടൻ്റെ വായയും പൊത്തുന്നുണ്ട് കേട്ടോ. പോകുമ്പോൾ രാധിക മനസ്സിൽ പറയുന്നുണ്ട്, എന്നെ ഒരുപാട് നീ പരീക്ഷിച്ചു എങ്കിലും അവളുടെ ജീവിതം നല്ലതാക്കി കൊടുക്കണേന്ന് ഇങ്ങനെ മനസ്സിൽ കൈവച്ച് രാധിക പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ വരുണിനെയും പ്രിയങ്കയും യാത്രയാക്കുന്നുണ്ട് അച്ഛനും. പക്ഷെ നന്ദൂട്ടനാകെ ടെൻഷനിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴും വരുണിൻ്റെ ചേട്ടനൊരു ഡൗട്ടുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വരുണ് കാറിൽ ഇരുന്നിട്ട് ഒന്നും കാണാൻ പറ്റാത്തൊരു സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പ്രിയങ്ക ഇങ്ങനെ ആത്മസംതൃപ്തിയോട് കൂടിയിട്ട് ഭയങ്കര എല്ലാം നേടിയെന്ന ഭാവത്തിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവളിങ്ങനെ ഒരു മണക്കണ്ണിൽ എന്തോ ഒരു സ്വപ്നലോകം പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. മണവാട്ടിയായിട്ട് മണിയറയിൽ ഇരിക്കുന്ന ഒരു ഭാഗം അവിടെ റൊമാൻറ്റിക് സീനാണ്. എന്നിട്ട് ഇങ്ങനെ വരുണ് പ്രിയങ്കയുടെ കവിളിൽ വെച്ചിട്ട്, ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ച് ഈ ലോകത്തിൽ ഭാഗ്യവാൻ ഞാനാണ്, അങ്ങനെ ഞാൻ നേടിയെടുത്തു എന്നൊക്കെ പറയുന്ന ഒരു സീനാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ വരുണ് പ്രിയങ്കയോട് പറഞ്ഞു, തൻ്റെ മനസ്സിലെ ആഗ്രഹവും തനിക്ക് എന്നോട് പറയും, ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് എന്നോട് പറയാമെന്ന് ഇങ്ങനെ വരുണ് പ്രിയങ്കയോട് പറയുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട്. അങ്ങനെ വരുണ് ഇങ്ങനെ എന്ത് നടത്തി കൊടുക്കാമെന്ന് പറയുമ്പോൾ പ്രിയങ്കയെ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താഗ്രഹം പറഞ്ഞാലും അത് നടത്തി തരുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ വരുമ്പോൾ, പിന്നെ താൻ എന്താഗ്രഹം പറഞ്ഞാലും ഞാൻ നടത്തി തരും. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, ആഗ്രഹം പറഞ്ഞാൽ പിന്നെ പിണങ്ങൂലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയട്ടോ. അങ്ങനെ പ്രിയങ്ക പറയും, എനിക്ക് നാടറിയുന്ന ഒരു നടിയാവണം, എല്ലാവരും ആരാധിക്കുന്ന ഒരു സിനിമാ നടിയാകണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരുൺ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും മിണ്ടാതെ ഇരിക്കുന്ന വരുണിനെ കണ്ടിട്ട് പ്രിയങ്ക പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല എൻ്റെ ആഗ്രഹം പറഞ്ഞാൽ നടത്തി ഇഷ്ടാവില്ല എന്നിങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ വരുൺ പറഞ്ഞു, ആര് പറഞ്ഞു ഇഷ്ടാവില്ല എന്ന്, അങ്ങനെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് വരുൺ വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുൺ പറയുന്നുണ്ട്, താൻ അഭിനയിക്കുന്ന പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, എൻ്റെ ഭാര്യ ഒരു ഭാഷ മാത്രമല്ല എല്ലാ ഭാഷകളിലും നാട് മുഴുവൻ പ്രിയങ്ക എന്നൊറ്റ പേര് ഫേമസ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുകഴ്ത്തുന്നുണ്ട്. ഇത് കേട്ടിട്ട് മതിമറന്നിരിക്കുന്ന പ്രിയങ്കയെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ മതിമറന്നിരുന്ന രീതിയിൽ അവൾ വരുണിനെ കെട്ടിപ്പിടിച്ച് താങ്ക് യു ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ വരുണിന്. എല്ലാം പ്രിയങ്ക ആലോചിക്കുന്ന ഒരു ഭാഗ്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രിയങ്ക കാറിലിരുന്ന് ഇങ്ങനെ ആഹ്ലാദിക്കുന്നുണ്ട്. പക്ഷേ വരുൺ കാണുന്നത് രാധികയുടെ ഒരു മുഖമാണ് കേട്ടോ. രാധിക കതിർ മണ്ഡപത്തിലല്ല ഡ്രസ്സിങ് റൂമിൽ ഒരുങ്ങി നിൽക്കുന്ന ഒരു ഭാഗമാണ് വരുൺ ഇങ്ങനെ മനക്കണ്ണിൽ കാണുന്നത്. അങ്ങനെ വരുൺ ഇങ്ങനെ പറയുന്ന ഭാഗം, താൻ ഒരുപാട് തവണ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ഇതുപോലെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് വരുൺ ആലോചിക്കുന്നത്. അങ്ങനെ വരുൺ പ്രിയങ്കയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. പക്ഷേ കയ്യിൽ കയറി പിടിക്കുമ്പോൾ അവനക്ക് കൈ തൊട്ടിട്ട് അത് രാധികയുടെ കൈയല്ലാത്ത പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, എന്താ തൻ്റെ കൈ ഇങ്ങനെ റഫായി ഇരിക്കുന്നതിന്. പ്രിയങ്ക ആകെ അന്താളിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് മുന്നിലിരിക്കുന്ന ബിജു പറയുന്നു, ഇങ്ങനെ വിളിച്ചിട്ട് വരുണിങ്ങനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വരുണ് ചെവിട് കൊടുക്കുന്നത്, നേരെ ചൊവ്വ കണ്ണ് കാണാൻ പറ്റാത്തതാണ്, എവിടെയെങ്കിലും കയറി പിടിക്കണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് വരുണിനോട്. വരുൺ തെല്ലൊരു ചമ്മലോടുകൂടി ബാക്കിലേക്ക് ഇരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാധികയും അച്ഛനും മുത്തശ്ശിയും അമ്മയൊക്കെ കൂടി കാറിൽ മടങ്ങുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ രാധിക ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവൾ വരുൺ താലി കെട്ടിയ ഭാഗവും പ്രിയങ്ക എല്ലാ താലിയും ഡ്രസ്സും ഒക്കെ അഴിച്ചു വെച്ച ഭാഗമൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾക്ക് ഇതൊക്കെ ആലോചിച്ചിട്ട് വിഷമം വരുന്നുണ്ട്. അങ്ങനെ അവൾ പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷേ ഈ കരച്ചിലിൻ്റെ സൗണ്ട് കേട്ടിട്ട് അമ്മ ഇങ്ങനെ രാധിക എന്താ മോളെ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇത് കേട്ടിട്ട് അച്ഛൻ തിരിഞ്ഞ് നോക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഡ്രൈവറോട് പറയും, കാർ നിർത്താൻ പറയുന്നുണ്ട് കേട്ടോ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. ഹൈ ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി വരുന്നത് ബൈ ബൈ.